കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച 8ാം ക്ലാസ്സുകാരൻ മിഥുന് വിട നൽകാൻ ഒരുങ്ങി നാട്. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് വീട്ടുവളപ്പിൽ നടക്കും. രാവിലെ 10 മണി മുതൽ തേവലക്കര സ്കൂളിൽ പൊതുദർശനമുണ്ടാകും. വിദേശത്തു നിന്ന് മിഥുന്റെ അമ്മ രാവിലെ നാട്ടിലെത്തും. മിഥുന്റെ മരണത്തിൽ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. മിഥുന് വൈദ്യുതാഘാതം ഏറ്റു എന്നറിഞ്ഞയുടൻ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് അധ്യാപകരുടെ മൊഴി. അരുൺരാജ്, സുജിത് സുരേന്ദ്രൻ, AV ജയശങ്കർ എന്നിവർ വിശദാംശങ്ങളുമായി ആദ്യം അരുൺരാജിലേക്ക്. അരുൺരാജ്, ഇതിൽ പോലീസ് കൂടി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണോ അധ്യാപകരുടേതുൾപ്പെടെ മൊഴി രേഖപ്പെടുത്തിയത്? എന്താണ് അടുത്ത നടപടികൾ? അനുജ, ഞാനിപ്പോൾ നിൽക്കുന്നത് മിഥുന്റെ പ്രിയപ്പെട്ട സ്കൂളായ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലാണ്. ഇവിടെയാണ് പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങളടക്കം ഒരുക്കിയിട്ടുള്ളത്. നമ്മളോടൊപ്പം ഇപ്പോൾ സ്കൂളിന്റെ മാനേജർ അടക്കം ചേരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ പൊതുദർശനത്തിന് സ്കൂളിലെ ക്രമീകരണം? പൊതുദർശനത്തിനുള്ള ക്രമീകരണങ്ങൾ ഇന്നലെ വൈകിട്ട് തന്നെ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് സ്കൂളിൽ മൃതദേഹം എത്തുന്നത് ഒരു 11 മണിയോടുകൂടി സ്കൂളിലെത്തും. അവിടുന്ന് കുട്ടികളും രക്ഷകർത്താക്കളും നാട്ടുകാരുമൊക്കെ പൊതുദർശനം നടത്തി ഏതാണ്ട് 12 മണിയെന്നാണ് ഞങ്ങൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. എന്നുവെച്ചാൽ ഇവിടുന്ന് തീരുന്ന സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി 4 മണിക്ക് ശേഷം 5 മണിയോട് അടുത്ത് സംസ്കാരം നടത്താനാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പൊതുദർശനത്തിന്റെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. ഇക്കാര്യത്തിൽ എന്തായാലും പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിലേക്കടക്കം കാര്യങ്ങൾ പോവുകയും ചെയ്തു. പോലീസ് ഇന്നലെ ഈ അധ്യാപകരുടെയും അതേ സമയത്ത് ഈ ക്യാമ്പസിലുണ്ടായിരുന്ന ഈ സ്കൂളിലുണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ കൂടി മൊഴിയാണ് രേഖപ്പെടുത്തിയത്. അധ്യാപകർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് വൈദ്യുതാഘാതം ഏറ്റു എന്ന വിദ്യാർത്ഥികൾ വന്ന് പറഞ്ഞ ഉടൻ തന്നെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ട ഇടപെടൽ തങ്ങൾ നടത്തി. ഇക്കാര്യത്തിൽ വീഴ്ച ഉണ്ടായിട്ടില്ല എന്ന മൊഴിയാണ് അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതേസമയം വിദ്യാർത്ഥികൾ ഇക്കാര്യത്തിൽ ചില മൊഴികൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ആ കുട്ടികൾ ഇതുവരെ ഈ മെന്റൽ ട്രോമയിൽ നിന്ന് പൂർണ്ണമായും മുക്തി നേടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. കുറച്ചുകൂടി വിവരങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് തേടാനാണ് ഇനി പോലീസ് ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ മൊഴി കൂടി ഇപ്പോൾ രേഖപ്പെടുത്തും. എന്തായാലും പൊതുദർശനത്തിലുള്ള ക്രമീകരണങ്ങളാണ് നമ്മൾ ഈ കാണുന്നത്. ഈ മിഥുന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്കൂൾ വ്യാഴാഴ്ച വരെ രാവിലെ ഇതേ സമയം ഈ സ്കൂളിലേക്ക് അവൻ എത്തിയതാണ്. ഈ കളിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഈ അപകടം ഉണ്ടാകുന്നത്. വലിയ സ്വപ്നങ്ങൾ പൂണിയേണ്ട അവന്റെ സ്വപ്നങ്ങളെല്ലാം തന്നെ നടക്കേണ്ട ഒരിടം കൂടിയായിരുന്നു. അവിടെ ഇന്നവൻ ചേതനയേറ്റ ശരീരമായാണ് കടന്നു വരുന്നത്. അവസാനമായി അവന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ അവനെ കാണുമ്പോൾ തിരിച്ച് ഒരു പുഞ്ചിരി പോലും നൽകാൻ അവന് കഴിയാതെ പോകുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. എന്തായാലും സ്കൂളിൽ പൊതുദർശനം 11 മണിയോടെ ആരംഭിക്കും എന്നുള്ളതാണ് സ്കൂൾ മാനേജ്മെന്റ് വ്യക്തമാക്കുന്നത്. ശരി, തേവലക്കര ബോയ്സ് സ്കൂളിൽ നിന്നാണ് അരുൺരാജ് വിവരങ്ങൾ നൽകിയത്.